ഹലോ ഗൈസ്, പുതിയൊരു ഡയലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ലിയക്കുട്ടീനെ ഞാനല്ല പുറത്തിറക്കിയത്. ഞാൻ നേരം വൈകി നീച്ചുകൊണ്ട് ഏച്ചി നേരത്തെ പുറത്തിറക്കിയതാണ്. ഇവിടെ പടക്കൊക്കെ പൊട്ടി ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനിയുണ്ട് ഇവിടെ ഒരു 5-6 പടക്കം ഇനിയും ബാക്കിയുണ്ട്. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 9:45 ആയിട്ടോ. ഞാൻ നീച്ച് വരുമ്പോഴത്തേക്ക് ഫുഡൊക്കെ സെറ്റായിട്ടോ. ഇന്നലെ വിഷു ആയതുകൊണ്ട് ഇന്നലത്തെ മന്തി ഇവിടെ ബാക്കിയുണ്ടായിരുന്നു. ചിക്കൻ ഇവന്റെ വ്ളോഗ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് പട്ടിണി കിടന്നു ഇല്ല, കഴിയുമ്പോ കഴിക്കല്ലേ. നാല് നിങ്ങളൊക്കെ ഇന്നെ കത്തക്കീനി ആണ് എന്നാ കഴിക്കല്ലേ. ഓക്കെ, നല്ല മന്തിയും ഇത് ചിക്കൻ മന്തി ചിക്കൻ ഇനി ഇത് നിങ്ങളെ എക്സ്ട്രാ ഇട്ട് പൊരിച്ചതാ. ഇപ്പോൾ ഇന്നലത്തെ ബാക്കി ഇത് അൽഫാം പീസാന്ന് തോന്നുന്നു ആണ്. എന്നാ ഞാൻ എത്തോളാം. ഓക്കെ, അല്ല തക്കാളിന്റെ മറ്റേ സാധനം ഇല്ല, തക്കാളിന്റെ സാധനം ഇല്ല. തക്കാളിന്റെ സാധനം വേണോ? തക്കാളി ഉണ്ട് ഇവിടെ. തക്കാളി എടുക്കും, ഞാൻ ഉണ്ടാക്കാം. അത് വേണം, നിർബന്ധ. തക്കാളിന്റെ സാധനം ഇല്ലാതെ ഏട്ടന് വെച്ചതാ മറ്റേ തക്കാളിന്റെ ഒരു ചട്ടനി പോലത്തെ സാധനം ഇല്ലാത്തോണ്ട് മന്തിക്ക് ഏറ്റവും എന്താ പറയാ ടേസ്റ്റ് ആക്കുന്നത് ഈ ഒരു സാധനമാണ്. എനിക്ക് എന്റെ പെർസ്പെക്റ്റീവില് അങ്ങനെയൊക്കെ ഇഷ്ടല്ലേ. ഇതിനുണ്ടാ ഈ സാധനം കുറച്ച് തണുത്ത സാധനമാണെങ്കിൽ ഇത് തണുത്താക്കാം. ഇത് ഫ്രിഡ്ജിനടുത്ത് തക്കാളിയാ. ഇത് കുറച്ച് നല്ല കുറച്ചൊരു തണുപ്പുള്ള സാധനമാണ് ഇതിന്റെല്ലോ. നമ്മളിന്നലെ വാങ്ങിയ സമയത്ത് തണുപ്പുണ്ടേനി. ഞാൻ വിചാരിച്ച ഇന്നലത്തെ ഫ്രിഡ്ജിലെ ചെയ്യുള്ളൂ. പച്ചമുളക്, തക്കാളി, സുർക്ക, ഇത് 3 ഇൻഗ്രീഡിയന്റ്. പച്ചമുളക്, തക്കാളി, സുർക്ക. ഇതിന്റെ കൂടെ മറ്റേ ഇത് വേണോ? ഇത് പുതിന ഇല്ലാത്തത് കൊണ്ട് അതില്ലാതെ നമ്മൾ ഉണ്ടാക്കും. ഉപ്പ് വേണം, ഉപ്പ് വേണം. ഉപ്പിടി. അപ്പൊ ഫസ്റ്റ് ഇത് അടിക്കുമ്പോ കണ്ടില്ലേ നല്ല പേസ്റ്റ് പോലെയാവും ഈ സാധനം അല്ലേ. ഇതിനകത്തേക്ക് വേണം വെള്ളം, ഉപ്പും. പച്ചമുളക് ഈ പറഞ്ഞ മുഴുവനായിട്ടുണ്ട് എരിഞ്ഞ് ചാവും. ഒരു പൊടിക്ക് മതി ഇതിനകത്ത്, അത് മതി. പിന്നെ ഒരു 3 അളവില് അത്രയും മതി. സുർക്ക വെള്ളം ഒഴിച്ചോ? ഇല്ല, ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇനി ഇതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ എടുത്തിടാം. ഉപ്പിന്റെ സ്പൂണല്ലേ വേണ്ട? ഏതാണ്ട് അതിനൊക്കെ അടുത്തെത്തിയോ? ഏതാണ്ടല്ല, അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ആണ് അല്ലേ? മതി, ധാരാളം. ഇനി അംഗം വിട്ടല്ലേ അതിലൊക്കെ പറയാ. ഇനിയിപ്പോ വേറെ ഒന്നിലേക്ക് ആക്കുന്നുണ്ട. ഇതില്ലാണ്ട് മന്തിക്ക് രസം ഉണ്ടാവില്ല. ചിക്കൻ്റെ മുകളിൽ കൂടെ പാരി എന്നിട്ടെടുക്കാൻ. ഇനി തക്കാളി ചട്ടിനി ഇപ്പോൾ അടിച്ചിട്ട് തക്കാളി ചട്ടിനി തൽക്കാലത്തെ കുറച്ച് വയ്ക്കുക. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല മോനെ. കിടുന്ന സാധനം. ഉപ്പിന് കുറവൊന്നുമില്ല, മന്തിയിലേക്ക് വരുമ്പോ കറക്റ്റ് ആയിക്കോളും. ഓക്കെ, അപ്പൊ ഇനി ഇത്തിരി മയോണൈസ് എടുക്കുക. ഇതിനകത്ത് മുക്കുക. ഇത്തിരി തക്കാളി ചട്ടിനി എടുക്കുക. ഒരു ചെറിയ കഷ്ണം ചിക്കൻ കൊടുക്കുക. ഇന്നത്തേക്കാൾ ടേസ്റ്റ് തിന്നാലേ കുറച്ച് അതാണ്. ഹലോ, ഈ ചിക്കൻ പീസ് ഫുള്ള് എല്ലായിടും. അല്ല അത് അല്ല നോക്കട്ടെ. ഇല്ല, കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിരുമ്പുക എന്നുള്ളതാണല്ലേ. പക്ഷെ ഞങ്ങളല്ല തിരുമ്പുന്നത്, ഏച്ചിയുണ്ട്. ഏച്ചി ഓൾറെഡി ചാടി കയറി. ഹായ് ഇന്ന് കുറച്ചധികം തിരുമ്പാനുണ്ട്. ഇന്നലെ വിഷയം ആയതുകൊണ്ട് തിരുമ്പാനൊന്നും ടൈം കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ന് തിലകം കൊടുത്ത് കനാലിലേക്ക് പോകുന്നു. പറയുന്നേട്ടാ അല്ല അങ്ങനെയല്ല, അതാണ് സത്യാവസ്ഥ. എന്നാ പിന്നെ അല്ല അതല്ല, ഏച്ചിയാള് തിരുമ്പര് ആ അവസ്ഥ ഞാൻ പറഞ്ഞതാ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ. എത്ര വെള്ളമുണ്ട് ചുമ്മാ എണീച്ചൊക്കെ കറക്റ്റ് അരക്കറ്റോ. എന്നിട്ട്
മുട്ട് കുത്തിയിട്ട് നെഞ്ചിന്റെ അവിടെ വരെ ഉണ്ട് ബ്ലഡി ഫുൾ. എന്റെ കയ്യിൽ ഫോൺ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഞാൻ ഓൾറെഡി ചാർജ്. ഇറങ്ങുന്നവരുടെ പ്രധാന ശ്രദ്ധയ്ക്ക് ആരും മൂത്രം ഒഴിക്കരുത് പ്ലീസ്. പ്രത്യേകിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഒഴുക്ക്. അപ്പൊ അവിടെ പോയി മൂത്രം ഒഴിക്കുക, ഇവിടുന്ന് മൂത്രം ഒഴിക്കരുത്. ഓക്കെ എടാ ചെറുക്ക, നിന്നോട് പ്രത്യേകിച്ച്. വെള്ളം കൂടിയതിനെ കൊണ്ട് അവിടെ കല്ലുമലേക്ക് വെള്ളം കയറി. പിന്നെ ഇവിടുന്ന് തിരുമ്പണം അല്ലേ? കളി പറയാട്ടെ. അതായത് അവിടുന്ന് മുങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ദൂരം ആരാണോ അടിക്കൂടെ, കാലടിക്കരുത്, കാലടിച്ചിട്ട് പോരുത്. എന്നാ ഈ എന്തിനാണ് എനക്ക് മര്യാദയ്ക്ക് ഒരു സ്റ്റെപ്പ് കയറാൻ പോലും ആവൂല, ഈ കിതയ്ക്കും. അതാണ് ഈ ശ്വാസം മുട്ടിച്ച് നിൽക്കാൻ പോണേ. അപ്പോൾ അവിടുന്ന് ഏറ്റവും കൂടുതൽ ദൂരം നീന്തി, മീൻസ് ഉള്ളിൽ കൂടെ കാലടിക്കാതെ അല്ല, അവിടുന്ന് ഇങ്ങോട്ടേക്ക്. എത്ര നേരം ശ്വാസം പിടിച്ചു വെക്കും? അതൊക്കെ എൻ്റെ ഇഷ്ടം, കാലടിക്കരുത്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് ഏറ്റവും കൂടുതൽ ദൂരം ആര് വരുന്നോ ഒരു ജയിക്കും. ഓക്കെ, പൈസ പറയില്ല. ഫസ്റ്റ് അപ്പ് പോയിക്കോ. കാലടിക്കരുത്. ഓക്കെ, അത് സ്റ്റാർട്ടിങ് പോയിന്റ് കാണിച്ചു തരാം. ഇതൊക്കെ ഇവിടെ ഒരു കല്ലുണ്ട്. ഈ കല്ല് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് സ്റ്റാർട്ടിങ്, അതായത് ഇവിടുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കോട്ട് പോയിട്ട് പ്രഷർ ചെയ്തിട്ട് വേണമെങ്കിൽ വരാം. ഇത് ഫോഴ്സ് എടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ പോകണമെങ്കിൽ പോവാം. അതല്ല ഇവിടുന്ന് തന്നെ മുങ്ങി പോകണമെങ്കിൽ അങ്ങനെയും പോവാം. അല്ലാതെ വേണ്ടല്ലോ, ഇവിടെ തന്നെ മുങ്ങിപ്പോയാൽ പോരെ. ഓക്കെ, ഇവിടുന്ന് തല മുങ്ങണം. ഇവിടുന്ന് തല മുങ്ങിയിട്ട് അവിടെ പോകുന്നുണ്ട്. ഫോഴ്സ് എടുക്കാൻ പാടില്ല, അടിയിൽ നിന്ന് ഉള്ള ഫോഴ്സ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, നീന്തയ്ക്ക് കാലടിക്കാൻ പാടില്ല, തുഴഞ്ഞു പോണം. ഓക്കെ, എന്നാ ഫസ്റ്റ് അപ്പ് പോയിക്കോ. ഇവിടുന്ന് അവിടെ നിന്നല്ല, അങ്ങനെയാണെങ്കിൽ കുറച്ച് ബാക്ക് ഇറങ്ങണം. ഓക്കെ, ഇവിടുന്ന് പോയിക്കോ മുങ്ങിക്കോ. അവിടെ വരെ, അത്രേ ഉള്ളൂ. ഓക്കെ, എന്നാ അവിടെ മാർക്കി, വെള്ളം മാർക്കി. ഓക്കെ, പൊട്ടി ഹെൽത്ത്. ഞാൻ അടുത്തതായി ഇല്ല, വിവേക്, അടുത്ത വിവേക്. ഞാൻ പോട്ടെ. എവിടം വരെ പോവോ എന്തോ. ഇവർ രണ്ടാളെ ആദ്യം പറഞ്ഞു വിട്ടാൽ എനിക്ക് ഈസി ആയിട്ട് ഇവരെ വെട്ടിക്കാൻ പറ്റും. പടച്ചോനായത് അവിടെ പോയതുള്ള പൊന്തുന്ന് ഇടേ മതിയടേ ഉള്ളൂ. അവിടെ വരെയൊക്കെ എത്തി. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, നമ്മളെല്ലാവരും കടത്തി വെച്ചിട്ടല്ല, വെട്ടിച്ചും കൊണ്ടായിരിക്കും മുന്നേറാൻ പോകുന്നത്. എന്തോ ഉറക്കം വരുന്നു. അതൊക്കെ തോന്നുന്നു. പോലെ ഒന്നാ പോവല്ലേ? യെസ്. ഓക്കെ, റെഡി? യെസ്. ഓക്കെ, ആക്ഷൻ. ആക്ഷൻ. ഓക്കെ, കാലടിക്കണ്ട്, കാലടിക്കണ്ടോ? ബാക്കിൽ വെല്ലുവിളി കേട്ടോ. പെട്ടെന്ന് ശ്വാസം വിടുന്നില്ലേ? ഞാനല്ലേ വഴി അറിയാതെ മതിലൊക്കെ ചെന്ന് മുട്ടോ നിൽക്കൊരു പേടി. കണ്ണൂർന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഈ വാശിയേറിയ മത്സരത്തിൽ നമ്മളെ വിവേകൂട്ടൻ വിജയിച്ചിരിക്കുകയാണ്. ഈ പറയില്ല, ഞാൻ വല്ല ക്യാഷ് പ്രൈസും വെച്ചിരുന്നെങ്കിൽ ആ പൈസ വെത്തേണ്ടി കൊണ്ടായേനെ. ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും ജയിക്കാറ്. കനാലിലെ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ചോറൊക്കെ തിന്ന് ഇങ്ങനെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഇവിടെ ഞങ്ങളെ വീടിൻ്റെ മുന്നിൽ ഒരു മാവുണ്ട്. അതിൻ്റെ മുകളിൽ നിറച്ച് മാങ്ങയുണ്ട്. അപ്പോൾ ഇങ്ങനെ പച്ചമാങ്ങ ജ്യൂസ് അടിച്ചാലോ എന്നുള്ളൊരു പൂതി അല്ലേ? എന്താ ആക്കിയൊരു പോരായ്മ. അപ്പം എന്നാലും എറിഞ്ഞ് അല്ല എങ്ങനെ തള്ളിയിടുക? ഞാൻ കണ്ടത്ത് പോയിട്ട് 3 കല്ല് മാത്രം എടുത്തിട്ടുണ്ട്. ഈ 3 കല്ലിൽ ജ്യൂസ് അടിക്കാൻ ഓൾമോസ്റ്റ് 2, 3, 4, അപ്പൊ ഒരു 3 മാങ്ങ മിനിമം വേണ്ടി വരും. അപ്പം അതിന് ഈ ഒരു 3 കല്ലിൽ നിന്നും ഈ 3 മാങ്ങ കിട്ടിയിരിക്കും.
അപ്പൊ ഇതാണ് ആ മാങ്ങന്റെ കൊല. ഇത് ഈ 3 കല്ലുകൊണ്ട് ഞാൻ എറിഞ്ഞ് വീഴ്ത്തിയിരിക്കും. ഓക്കെ, പിടിച്ചോ. ഒന്ന് അപ്പുറത്തൊരു മാങ്ങ നോക്ക കിട്ടോ. മാവിനാ കല്ലെറിയത്. എനിക്കാ പോയെന്ന് കണ്ടല്ലോ. മാങ്ങയ്ക്ക് ഒഴികെ ബാക്കി എല്ലാത്തിനും കൊണ്ടുണ്ട്. അല്ല വേറെ ഏതൊരു മാങ്ങ കൂടിയില്ലേ? അത് അപ്പുറത്തെ പക്ഷെ കിട്ടൂല. കണ്ടത്തിൽ പോയി, പറമ്പിൽ പോയി. വേസ്റ്റ്. ഈ എത്ര കല്ല എടുക്കുന്നത്? 2, ഒരു തേങ്ങ ഒരു കല്ലി. ഈ 2 കല്ലിനുള്ളിൽ ഞാൻ മാങ്ങ വീഴ്ത്തൂല്ലേ? ഞാൻ ആ അതന്നെ. ഈ വീഴ്ത്ത് നേറി. ആ വീഴ്ത്ത്. 2 വീണ്. എന്നാ ഒന്നുകൂടെ എറിയ. ലാസ്റ്റ് ഇത് കല്ലും കൂടെ ഇട്ട്. ഓ 1 ആ 2 കഴിഞ്ഞോ? വാശിയോടെ ഞാൻ എറിഞ്ഞ് തള്ളിയിടാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ എറിഞ്ഞ് തള്ളിയിടുന്ന കിട്ടുന്നതൊക്കെ ഈ വലുപ്പമുള്ളൂ. അതാണെങ്കിൽ 100,000 കല്ലെറിഞ്ഞിട്ടൊന്നും കിട്ടുന്നില്ല. പിന്നെ ഇത് മാത്രം കിട്ടി. ഒന്നും നോക്കിയില്ല, നൈസായിട്ട് ഒരു കൊമ്പും കൂടെ താത്തിയിട്ട് ഇങ്ങനെ ഒരു കൊല അങ്ങോട്ട് പൊട്ടിച്ചു കഴിച്ചു. അങ്ങനെ ഒരു രസം. ഇതൊക്കെ ഒരു ത്രില്ലല്ലേ? മൊത്തം കടിക്കുകയും ചെയ്തു. 7 മാങ്ങ ഉണ്ട്. 7 മാങ്ങ കൊണ്ട് നമുക്ക് പച്ച മാങ്ങ ജ്യൂസ് അടിക്കാൻ കഴിച്ചു. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ഇതോ തെറിച്ചില്ല. അത് മുഞ്ചില്ലേ? അടുത്തത് ഇനി ഒന്നുകൂടെ. അതാണ് ഇവിടെ ഉദ്ദേശിച്ച സാധനം. പിന്നെ ചെറുതല്ലേ? പൊടിക്കുന്ന ജാറാണിത്. ഇതിലേക്ക് ഇടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാങ്ങേൻ്റെ ആ ജ്യൂസ് ജാറിൽ കറക്റ്റ് ഇത് ഗ്രൈൻഡ് ചെയ്ത് കിട്ടൂല. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഗ്രൈൻഡ് ചെയ്ത് കിട്ടും. ഇത് പൊടിക്കുന്ന ജാറാണിത്. ഈ പൊടിക്കുന്ന മല്ലിയൊക്കെ പൊടിക്കുന്ന ജാറാണിത്. സോ ഇതിൽ നമ്മൾ ഫുൾ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു അരച്ച് കൊണ്ടെടുക്കണം. വെള്ളം മതിയോ? ഇനി ഈ സാധനം ഇതിനകത്തേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ജ്യൂസർ ജാറിലേക്ക് ഇടുന്നത്. ഇപ്പം ഇതിലിട്ടതിൻ്റെ ഗുണമാണ് ഇത്രയും പേസ്റ്റ് പോലെ ആയത്. തണുത്ത വെള്ളമാണ്. ഇതോ ഐസിൻ്റെ കട്ട. അത് ഒരേ ഇനിയാണ് കളി. മൂടി വെച്ചത് കരിമ്പ് ജ്യൂസ് മാതിരി കാണാനായിട്ട്. ഇപ്പൊ കറക്റ്റാ അല്ലേ? അപ്പോൾ അങ്ങനെ പുളി കയറിക്കുന്നുമില്ല, മധുരം ഇറങ്ങി നിൽക്കുന്നുമില്ല, സെയിമാ. ശരിക്കും ഈ ചൂടത്തൊക്കെ ഉണ്ടല്ലോ ഇത് കറക്റ്റാ റിഫ്രഷ്മെന്റ്. പറയൂ മാക്രി, എങ്ങനെയുണ്ട് ടേസ്റ്റ്? പാലോ? പച്ചമാങ്ങയോ? പച്ചമാങ്ങ പാൽ. എടോ ഈ പച്ചമാങ്ങ പാലിട്ട് കുടിച്ചിട്ടുണ്ട്. എടോ പച്ചമാങ്ങ പാലും പുളിച്ചു പോവില്ല. അപ്പോ സെയിം ടേസ്റ്റ് തന്നെ പാലിട്ട് അന്നൊരു സജ്ജ അടിച്ചില്ലേനോ? പാലിട്ടതും പച്ചവെള്ളത്തിനും സെയിം ടേസ്റ്റ്. ഇപ്പൊ ലാഭായില്ലേ? പാല് ലാഭായില്ലേ? ഒറ്റ വലിക്ക് കുടിച്ചിരുത്. എങ്ങനെയുണ്ട്? പുളി കുറച്ച് കൂടുതലാണ്. ആണ് അനക്ക് ഓവർ മധുരട്ട് കുടിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ്. സാധാരണ ഒരു എന്താ പറയാ, എന്താ നോർമൽ ഒരു ആൾക്ക് പായസത്തിന്റെ മധുരത്തില് ഇവന് ആ പായസത്തിനകത്ത് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കുടിക്കുന്നവനാണ് ഇവൻ.
അങ്ങനെ മാങ്ങാ ജ്യൂസൊക്കെ അടിച്ച് കുടിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അല്ല ഞാനെല്ലാം അടിച്ച് എന്നാണ് എന്നാലും ഇഷ്ടപ്പെട്ട്. അപ്പോൾ എന്നാൽ വീഡിയോ ചെയ്തല്ലേ. ഓക്കെ, അപ്പോൾ സി ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. യെസ്, അത് പറയാൻ മറന്നു.